തൻ്റെ പേരിൻ്റെ മുൻപിൽ നിത്യവിസ്മയം എന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ അതിന് അർഹതയുണ്ട്. കാരണം പാട്ടുപാടി അഭിനയിക്കുന്നതിൽ പ്രേം നസീറിനുള്ള ഒരു കഴിവ്, മികവ് അത് മമ്മൂട്ടിക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്നതിലുള്ള കഴിവ് അദ്ദേഹം ആർജിച്ചു. മോഹൻലാലിൻ്റെ അനായാസമായ നൃത്തച്ചുവടുകൾ മലയാളികൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ മമ്മൂട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നൃത്തം ചെയ്യുവാനും അതിനുവേണ്ടിയുള്ള ഒരു കഠിന പരിശ്രമങ്ങളിലൂടെ അത് ആർജിച്ചു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത്യാവശ്യം ചുവടുകൾ വെക്കാൻ അദ്ദേഹം പഠിച്ചു, അല്ലെങ്കിൽ അത് നേടിയെടുത്തു. ഇപ്പോൾ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് പോകുന്ന തുടരും എന്ന സിനിമയിലെ ആ ഒരു മമ്മൂട്ടിയുടെ ഗാനരംഗം, മമ്മൂട്ടിയുടെ ആ ഗാനത്തിനോടൊപ്പമുള്ള ചുവടുവെപ്പ് മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തരംഗമായിരിക്കുകയാണ്. കാരണം അതിനകത്ത് ശാന്തമീ രാത്രിയിൽ എന്നുള്ള പാട്ടിനൊപ്പം മമ്മൂട്ടി ചുവടുവെക്കുന്നത് എത്ര അനായാസമായിട്ടാണ് എന്ന് അതിനോട് ചേർത്ത് വെച്ച് മോഹൻലാലിൻ്റെ ചുവടുവെപ്പ് കാണുമ്പോൾ നമുക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അത് അദ്ദേഹം ആർജിച്ചതാണ്. നിത്യഹരിതവും വിസ്മയവും ചേർന്ന് നിത്യവിസ്മയം എന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചുവെങ്കിൽ അതിന് എല്ലാ തരത്തിലും അർഹനായിരുന്നു മമ്മൂട്ടിയെന്ന് പിൽക്കാലത്ത് അത് തെളിയിക്കപ്പെട്ടു.